ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഫോണ്ട് സൈസുകൾ എങ്ങനെ കൊടുക്കണം, അതിൻ്റെ ഫോണ്ടിൻ്റെ വെയിറ്റ് എങ്ങനെ കൊടുക്കണം, ഓരോ ടെക്സ്റ്റുകളും തമ്മിൽ എത്ര ഫോണ്ട് സൈസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറേയില്ല. കാര്യം നമ്മൾ തോന്നിയ പോലെ ഒരു ഫോണ്ട് എടുക്കുക, നമുക്കത് വിസിബിലിറ്റി എങ്ങനെ തോന്നുന്നു അതുപോലെ നമുക്ക് ഓരോ ഹെഡിങ്ങിനും മറ്റുമായിട്ട് ടെക്സ്റ്റ് സൈസുകൾ കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇൻ്റർനാഷണലി ഉള്ള ബിഗ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഓരോ ടൈപ്പ് വെബ്സൈറ്റുകൾക്കും ഓരോ ടൈപ്പ് ഡിസൈൻസുകൾക്കും ഫോണ്ടിൻ്റെ സ്റ്റൈല് അഥവാ ഫോണ്ടിൻ്റെ സൈസ് കൊടുക്കുന്നതിന് അതിൻ്റേതായ ചില റൂളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില റൂളുകളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസുകൾ ചെയ്യുന്ന സമയത്ത് വളരെയേറെ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. നമുക്ക് സാധാരണഗതിയിലുള്ള വെബ്സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ, ഒരു പ്രോഡക്റ്റ് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെല്ലാത്തിനും ഓരോ ടൈപ്പ് ഓഫ് ടെക്സ്റ്റിൻ്റെ സൈസുകളാണ് കൊടുക്കുന്നത്. പ്രോഡക്റ്റ് സൈറ്റ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റിൻ്റെ പ്രോഡക്റ്റുകൾ എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ചില വെബ്സൈറ്റുകൾ. മറിച്ച് ബ്ലോഗ് സൈറ്റുകളാകുമ്പോഴത്തേക്ക് അതിൻ്റെ പർപ്പസ് മാറും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു മാർക്കറ്റിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും യൂസ് ചെയ്ത് വരുന്ന ചില ടെക്നിക്കുകൾ നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളൊരു ജസ്റ്റ് ഒരു ഹെഡിങ് എന്നിവിടെ ടൈപ്പ് ചെയ്യുക. ഒരു ഹെഡിങ്, എന്തെങ്കിലും ഒരു ഹെഡിങ് ആയിക്കോട്ടെ. ആ ഒരു ഹെഡിങ്ങിന് സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു ബേസ് സൈസ് ഉണ്ടായിരിക്കണം. ബേസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സൈസ്. പണ്ടൊക്കെ ഒരു 12-10 പോയിന്റുകളൊക്കെ ആയിരുന്നു ചില ഫോണ്ടുകളുടെ ബേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിപ്പോൾ കുറച്ചും കൂടെ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഏകദേശം 14-16 സൈസുകളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഇതിന് ഏകദേശം ഒരു 16 സൈസ് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റിൽ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് ആ ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ടെക്സ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് ആ സൈസിനോട് ഞാൻ ഇൻറ്റു ചെയ്യണ. ഇൻറ്റു എന്ന് ഉപയോഗിക്കുന്നതിന് വരെ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റാർ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റു 1.125 വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടിന് നെക്സ്റ്റ് സൈസ് നമുക്ക് ഒരു സൈസ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്ത ഫോണ്ട് സൈസ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് സൈറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പ്രോഡക്റ്റ് സൈറ്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 1.125 റേഷ്യോയിൽ വേണം നമ്മുടെ നെക്സ്റ്റ് ഫോണ്ട് ടൈപ്പുകൾ കണ്ടെത്താൻ. അടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അത് നമുക്ക് വീണ്ടും അതിനകത്ത് നമുക്ക് ഇൻറ്റു നമുക്ക് 1.125 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും ഒരു ഫോണ്ട് സൈസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഫോണ്ടുകൾ തമ്മിലും ഇത്രത്തോളം ഫോണ്ടിൻ്റെ ഒരു സൈസ് ഡിഫറൻസ് കാണും. ഇത് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഫോണ്ട് സൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അടുത്ത ഫോണ്ടുകൾ മാറ്റി കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ സെക്കൻഡ് റൂൾ പ്രകാരം ഒരു പ്രോഡക്റ്റ് സൈറ്റുകൾ പോലുള്ള വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അനുപാതത്തിലായിരിക്കും ഫോണ്ടുകളുടെ സൈസുകൾ കൊടുക്കേണ്ടത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തെടുക്കണം ഒന്നുകിൽ. അഥവാ നമുക്ക് അങ്ങനെ മാനുവലി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള വളരെ സൂപ്പർവായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്കിനി പരിചയപ്പെടാം. അതാണ് നമ്മുടെ typescale.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റ് സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് സൈസ് എന്ന് പറയുന്നത് ടോപ്പിൽ നോക്കിയാൽ കാണാം 16 ആണ്. ഇപ്പം 16 px ആണ് ഇപ്പോൾ സൈസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു 16 px നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് എഴുതുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തെങ്കിലും സാമ്പിൾ ടെക്സ്റ്റ് ഓവർ ഹിയർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ ബേസ് സൈസ് 16 നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് കിടക്കുന്ന പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ടിൻ്റെ വെയിറ്റ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ സ്കെയിൽ എന്ന് കിടക്കുന്ന സ്ഥലത്ത് മേജർ തേർഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.250 മേജർ തേർഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് സൈസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് റൂൾസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ മൈനർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂളുണ്ട്, അതുപോലെ തന്നെ മേജർ സെക്കൻഡ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പെർഫെക്റ്റ് ഫോർത്ത്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് സ്കെയിലും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കൊടുത്ത് നമുക്കതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ റേഷ്യോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇതാണ് ഇതിൻ്റെ ബേസ് ടെക്സ്റ്റ് 16. നമ്മൾ കാണുന്ന പോലെ ഈ 16 കൊടുത്തിരിക്കുന്ന സൈസ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സൈസ് ഗോൾഡൻ റേഷ്യോ പ്രകാരം 25.89 പിക്സൽ വരണം. അതിനുശേഷം ഇങ്ങനെ ഓരോ രീതിയിലുമായിരിക്കും അനുപാതത്തിലായിരിക്കും ഫോണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബിഗ് ഫോണ്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോണ്ട് സൈസ് ആയിരിക്കണം.
അതിനുശേഷം ഉപയോഗിക്കുന്ന ഫോണ്ട് സൈസ് ഈ അടുത്ത സൈസ് ആയിരിക്കണം. ഇങ്ങനെ ഈ പ്രൊപ്പോർഷനിൽ മാത്രം നിങ്ങൾ ഫോണ്ട് സൈസ് കൃത്യമായി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻസുകൾ കൃത്യമായ രീതിയിലുള്ള ടെക്സ്റ്റ് സൈസിങ് റൂൾ ഒബേ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കിയത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് സൈസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സാമ്പിളായിട്ടുള്ള ഒരു സൈസുകൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോ, ഗോൾഡൻ റേഷ്യോ ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾക്കൊരു ബ്ലോഗ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് ഫോർത്ത് റൂള് യൂസ് ചെയ്യാം. അതിനകത്ത് 1.333 എന്നുള്ള അനുപാതത്തിൽ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇൻറ്റു ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് പ്രൊപ്പോർഷൻ ടെക്സ്റ്റുകൾ വരും, അതിൻ്റെ ഫോണ്ട് ടൈപ്പുകൾ വരും. ഓക്കെ, അപ്പോൾ ഒരു ഫോണ്ട് എടുത്ത് അതിൻ്റെ ബേസ് സൈസ് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. ആ ബേസ് സൈസിൽ നിന്നും ഈ പറയുന്ന അനുപാതത്തിൽ ഇൻറ്റു ചെയ്തെടുത്ത് വേണം നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പിൻ്റെ സൈസുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ടൈപ്പ് സ്കെയിൽ ചെയ്ത് വേണം നമ്മൾ ഓരോ ഡിസൈൻസുകളിലും നമ്മൾ ഫോണ്ട് യൂസ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഇഷ്ടമുള്ളതുപോലെ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു 22-32 നമുക്ക് തോന്നിയ പോലെ ഇങ്ങനെ ഫോണ്ട് സൈസ് യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് അല്ല, പ്രത്യേകിച്ചും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തിങ്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു എങ്ങനെ ഇൻറ്റു ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെല്ലാം അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സൂപ്പറായിട്ടുള്ള വെബ്സൈറ്റാണ്. അതുപോലെ ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹെഡിങ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഹെഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെയും സ്റ്റൈൽ ഇവരിവിടെ തന്നിരിക്കും. ആ ഡിസ്ക്രിപ്ഷൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് എത്ര വേണം, ഇവിടെ നിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ എത്ര സൈസ് ഉണ്ടെങ്കിൽ ഇത് ഫിറ്റ് ആകും എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലായിട്ട് മറ്റൊരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതെങ്കിലും സാധാരണഗതിയിലുള്ളൊരു ഇതെടുത്തതിന് ശേഷം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത് അവർ പക്കാ ഇവിടെ തന്നിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ ഇവിടെ ലൈൻ ഹൈറ്റും അതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ട് നിങ്ങൾക്ക് പക്കാ ആ കറക്റ്റ് അളവ് കണ്ടതിന് ശേഷം അതേ രീതിയിലുള്ള ഫോണ്ട് സൈസുകളും ഒക്കെ നിങ്ങളുടെ ഡിസൈൻസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അനുപാതത്തിലുള്ള ഫോണ്ടുകളുടെ സൈസ് ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റും ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിവേ, ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഫോണ്ടിൻ്റെ ഈ ഒരു സ്കെയിൽ കണ്ടുപിടിക്കാനുള്ളതാണ്. ഈ ഒരു സ്കെയിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ പക്കാ ഒരു സ്കെയിലിംഗ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് തന്നെ നമ്മുടെ ഡിസൈൻസുകൾക്ക്, സൈറ്റുകൾക്കൊക്കെ ഫോണ്ടൊക്കെ സ്കെയിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കൃത്യമായി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻസുകളും അതുപോലെ തന്നെ മെച്ചപ്പെട്ട് വരും. ഓക്കെ ഡിസൈനേഴ്സ്, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എസ്പെഷ്യലി ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.